നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെയും ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മൾ കടന്നുപോകും. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിവാദത്തിൽ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസനെ സംശയനിഴലിലാക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ നീക്കം പൊളിയുന്നു. ഡോക്ടർ ഹാരിസ് ഹസന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ ബിൽ നെഫ്രോസ്കോപ്പുകളുടെ ഡെലിവറി ചെലാൻ എന്ന് വ്യക്തമായി. ഡെലിവറി ചെയ്ത എറണാകുളത്തെ ക്യാപ്സ്യൂൾ ഗ്ലോബൽ സൊല്യൂഷൻ മാനേജിംഗ് പാർട്ണർ സുനിൽകുമാർ വാസുദേവ് ഇക്കാര്യം 24നോട് വ്യക്തമാക്കി. തന്റെ മുറിയിൽ ആശുപത്രി ആവശ്യങ്ങൾക്ക് ജൂനിയർ ഡോക്ടേഴ്സ് കയറുന്നത് രഹസ്യമായല്ല എന്നും CCTV ആരോപണം തള്ളി ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതികരിച്ചു. വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കാണാതായ മോസിലോസ്കോപ്പ് ഹാരിസ് ഹസന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞത്. ഇന്നലെ വീണ്ടും പരിശോധന നടത്തിയപ്പോൾ മറ്റൊരു പെട്ടിയിൽ നിന്ന് മോസിലോസ്കോപ്പ് ഈ മാസം 2-ന് വാങ്ങിയ ബില്ലും ലഭിച്ചു. ഹാരിസിന്റെ മുറിയിൽ ഒരാൾ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന്റെ റൂമിൽ കയറി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് പ്രിൻസിപ്പളായ ഞാൻ അവിടെ പോയി അവിടെ ഒരു ഉപകരണം കാണുകയുണ്ടായി. ആ മിനിഞ്ഞാന്ന് അവിടെ ഒരു ഉപകരണമുണ്ട്, അതിൻ്റെ താഴത്ത് മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ബില്ലിൽ എഴുതി വന്നിട്ടുണ്ട്, അതിൽ എഴുതിയിട്ടുള്ള എന്താണ് മോസിലോസ്കോപ്പ് എന്നാണ്. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഈ വാദങ്ങൾ പൊളിച്ച് ഹാരിസിന്റെ വിശദീകരണമെത്തി. മുറിയിലുണ്ടായിരുന്നത് മോസിലോസ്കോപ്പ് അല്ലെന്നും റിപ്പയർ ചെയ്യാൻ നൽകിയ നെഫ്രോസ്കോപ്പുകളെന്നും ഡോക്ടർ അറിയിച്ചു. ഓഫീസ് റൂമിൽ ആശുപത്രി ആവശ്യങ്ങൾക്ക് ജൂനിയർ ഡോക്ടേഴ്സ് രാത്രിയും പകലും കയറും. ഇതാരും രഹസ്യമായി കയറുന്നതല്ലെന്നും ഹാരിസ് വ്യക്തമാക്കി. ഹാരിസിന്റെ വിശദീകരണം ശരിവച്ച ഉപകരണം റിപ്പയർ ചെയ്യാൻ ഏൽപ്പിച്ച ക്യാപ്സ്യൂൾ ഗ്ലോബൽ സൊല്യൂഷനും രംഗത്തെത്തി. നെഫ്രോസ്കോപ്പിന് പകരം മോസിലോസ്കോപ്പ് എന്ന് എഴുതിയത് സർവീസ് എഞ്ചിനീയർക്ക് പറ്റിയ പിഴവ്. ഡെലിവറി ചെല്ലാൻ മോസിലോസ്കോപ്പ് എന്നാണല്ലോ എഴുതി. അതിലെന്താ നമ്മുടെ അവിടുത്തെ സർവീസ് എഞ്ചിനീയർ തെറ്റിച്ചെഴുതി കൊടുത്താൽ അത്രേ ഉള്ളൂ. അത് നെഫ്രോസ്കോപ്പ് ആയിരുന്നു യഥാർത്ഥത്തിൽ. നെഫ്രോസ്കോപ്പ് 3 മോസിലോസ്കോപ്പ് ഇടുന്നവരാണ്. ഓ, ഹാരിസിനെതിരായ നീക്കങ്ങളിൽ KGM-CTA കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. 24 തിരുവനന്തപുരം. അമേരിക്കയുടെ താരിഫ് ഭീഷണിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതേസമയം അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് ഇന്ത്യ മരവിപ്പിച്ചെന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ തള്ളി. അമേരിക്കയുടെ താരിഫ് ഭീഷണി മറികടക്കാൻ പുതിയ നീക്കങ്ങൾ ഊർജിതമാക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഫോൺ സംഭാഷണം നടത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത അറിയിച്ച പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക പ്രഹരത്തിനു മുന്നിൽ വഴങ്ങേണ്ടതില്ലെന്നാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട്. അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് ഇന്ത്യ മരവിപ്പിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ US സന്ദർശനം റദ്ദാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ വാർത്ത പ്രതിരോധ മന്ത്രാലയം തള്ളി. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഷാങ്ഹായ് ഉച്ചകോടിയിലേക്ക് ചൈന സ്വാഗതം ചെയ്തു. പ്രശ്നപരിഹാരമാകും വരെ ഇന്ത്യയുമായി ചർച്ചകൾക്കില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം. താരിഫ് ആഘാതം ഏറെ ഉണ്ടാകാനിടയുള്ള ബ്രസീലും ചൈനയും ഇന്ത്യയും യോജിച്ചുള്ള നീക്കങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. വോട്ടർ പട്ടിക ക്രമക്കേടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കുമെതിരായ ആരോപണം കടുപ്പിച്ച് രാഹുൽ ഗാന്ധി. ചോദ്യമുയർന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തു എന്നാണ് വിമർശനം. രാഹുലിന്റെ ആരോപണം ഏറ്റെടുത്ത് ഇന്ത്യ സഖ്യ പാർട്ടികൾ രംഗത്തെത്തി. എന്നാൽ ആരോപണം മുഖവിലക്കെടുക്കേണ്ടതില്ല എന്നാണ് BJPയുടെ നിലപാട്. രാഹുൽ ഗാന്ധിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവ് ആവശ്യപ്പെട്ടു. ബംഗളൂരുവിലെ ഫ്രീഡം പാർക്കിൽ നടന്ന വോട്ട് അധികാർ റാലിയിലാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJPയും കടന്നാക്രമിച്ചത്. ഭരണഘടന ഉയർത്തി ആരംഭിച്ച പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ ഭരണഘടനയെ തകർക്കാൻ കൂട്ടുനിൽക്കുന്നതായി വിമർശനം. BJPക്ക് വേണ്ടിയല്ല, ഭരണഘടനയ്ക്ക് അനുസൃതമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത്. ബംഗളൂർ में है, लखनऊ में है, वाराणसी में है, अलग अलग जगह देश में ये लोग वोट डालने के लिए ऑथराइज्ड हैं. രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് ഇന്ത്യ സഖ്യ നേതാക്കൾ രംഗത്തെത്തി. ആരോപണം മുഖവിലേക്ക് എടുക്കേണ്ട എന്ന നിലപാടിലാണ് BJP. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചവരാണ് കോൺഗ്രസ് എന്ന് പ്രഹ്ലാദ് ജോഷി വിമർശിച്ചു. രാഹുലിന്റെ ആരോപണം തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം. 24 ചെന്നൈ. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിന് പിന്നാലെ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJP വിജയത്തിലും ആരോപണവുമായി LDFും UDFും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെ വോട്ടർ പട്ടികയിൽ മണ്ഡലത്തിന് പുറത്തുള്ളവരുടെ വോട്ട് ചേർത്തുവെന്ന് VS സുനിൽകുമാർ ആരോപിച്ചു. സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ വോട്ട് തൃശൂരിലേക്ക് മാറ്റിയത് ചട്ടപ്രകാരമല്ല എന്നും വിമർശനമുണ്ട്.
തൃശൂരിലെ ക്രമക്കേടിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. തിരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് LDF നൽകിയ പരാതി അടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ VS സുനിൽകുമാർ ആഞ്ഞടിച്ചത്. സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ വോട്ട് ചേർത്തതും ചട്ടപ്രകാരമല്ല. അന്നത്തെ കലക്ടറായിരുന്ന VR കൃഷ്ണയ്ക്കെതിരെയും വിമർശനം. രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപ്പെടുത്തലിൻ്റെയും കൂടി പശ്ചാത്തലത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർത്ത് സംബന്ധിച്ച കാര്യത്തിൽ സമഗ്രമായൊരു അന്വേഷണം വളരെ ആവശ്യമായിട്ടൊരു കാര്യമാണ്. സുനിൽകുമാറിനെ പിന്തുണയ്ക്കുന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. തൃശ്ശൂർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയെക്കുറിച്ച് കൂടി ഉറപ്പായി അന്വേഷിക്കണം. തൃശൂരിലെ BJP വിജയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരായ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് LDFും UDFും. 24 തൃശൂർ. അഭിനേതാക്കളുടെ സംഘടന അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ അംഗങ്ങൾക്കിടയിലെ പോര് കടുക്കുന്നു. മെമ്മറി കാർഡ് വിവാദത്തിൽ കുക്കു പരമേശ്വരനും ഇടവേള ബാബുവിനുമെതിരെ നടി ഉഷാ ഹസീന DGPക്ക് പരാതി നൽകി. അപകീർത്തിപ്പെടുത്താൻ ശ്രമമെന്നാരോപിച്ച് കുക്കു പരമേശ്വരനും പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പിന്തുണയുമായി സംവിധായകൻ വിനയനും രംഗത്തെത്തി. മീറ്റു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ദുരനുഭവങ്ങൾ പങ്കുവച്ച ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാനില്ലെന്ന ആരോപണമാണ് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നത്. മെമ്മറി കാർഡ് എവിടെയെന്നത് കുക്കു പരമേശ്വരൻ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഒരു വിഭാഗം വനിതകൾ അമ്മ സംഘടനയ്ക്ക് പരാതി നൽകിയത്. ആരുടെ ഉപദേശപ്രകാരമാണ് വീഡിയോ റെക്കോർഡ് ചെയ്തതെന്ന് വ്യക്തമാക്കണമെന്ന് നടി ഉഷ 24നോട്. ഞങ്ങൾ അനുസരിച്ച് അമ്മയ്ക്ക് പരാതി കൊടുക്കാൻ ഇന്ന് പരാതി കൊടുക്കാൻ നിന്നപ്പോൾ അവർ ഇന്നലെ കൊണ്ടുപോയി ഞങ്ങളുടെ പേരിൽ പരാതി കൊടുത്തത്. അപ്പോൾ പിന്നെ ഇനി നമ്മൾ പരാതി കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നറിയിച്ച കുക്കു പരമേശ്വരൻ DGPക്ക് പരാതി നൽകി. മെമ്മറി കാർഡ് വിഷയത്തിൽ ഇതുവരെയും സംഘടന ഇടപെടാതിരുന്നത് മോശമായെന്ന് നടൻ ദേവൻ പറഞ്ഞു. ഇതിനിടെ ശ്വേതാ മേനോനും പിന്തുണയുമായി സംവിധായകൻ വിനയൻ രംഗത്തെത്തി. സിനിമാ മേഖലയെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേസിന് പിന്നിലെന്ന് വിനയൻ പറഞ്ഞു. അമ്മ തലപ്പത്ത് മോഹൻലാലോ മമ്മൂട്ടിയോ വരണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും വിനയൻ. അമ്മയെ നിയന്ത്രിക്കാൻ മോഹൻലാലോ മമ്മൂട്ടിയോ വരണം, വന്നില്ലെങ്കിൽ വലിയ പ്രശ്നം ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അടൂർ ഗോപാലകൃഷ്ണന്റെ ദളിത് സ്ത്രീവിരുദ്ധ നിലപാടുകളെ അപലപിക്കുന്നതായി WCC. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാന്ദ്ര തോമസിനെ WCC അഭിനന്ദിച്ചു. ശ്വേതാ മേനോനെതിരെ നടക്കുന്ന പ്രചാരണങ്ങളെയും WCC അപലപിച്ചു. 24 കൊച്ചി. അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളിൽ വലിയ നടന്മാർ മൗനം വെടിയണമെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. അമ്മയിലെ നിലവിലെ അവസ്ഥയിൽ സങ്കടമുണ്ട്. സംഘടനയുടെ അച്ചടക്കവും കെട്ടുറപ്പും നഷ്ടപ്പെട്ടു. അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസംഗം വിവാദമാക്കേണ്ട എന്നും പ്രതികരണം. വളരെ ആദരവോടുകൂടി ഒരു സമയത്ത് കണ്ടിരുന്ന ഒരു സംഘടനയാണ്. പൊതുസമൂഹവും മാധ്യമങ്ങളും എല്ലാം വല്ലാത്ത അവസ്ഥയിലേക്ക് ആ സംഘടന ഇന്നിപ്പോൾ പോവുകയാണ്. വലിയ താരങ്ങൾ അവരൊക്കെ ഇപ്പം മൗനം പാലിച്ചിരിക്കുന്നു. അത് തീർച്ചയായിട്ടും മൗനം വെടിയണം. ഒരുപക്ഷെ ഈ സംഘടനയുടെ ഒരു കെട്ടുറപ്പും ഡിഗ്നിറ്റിയും ഒക്കെ പലരിലും അസൂയ ജനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു അങ്ങനെ വിവാദമാക്കേണ്ടതുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ആ മേഖലയിൽ ഒരു പരിശീലനം കിട്ടുന്നത് നല്ലതാണ്. തിരുവനന്തപുരം മമ്പൂരി കാരിക്കുഴിയിൽ ഇറങ്ങിയ പുലിയെ മയക്കുവെടിവെച്ച് പിടികൂടി. 4 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് വനപാലകർ പുള്ളിപ്പുലിയെ പിടികൂടിയത്. നാടിനെ ഭീതിയിലാഴ്ത്തി വീണ്ടും മലപ്പുറം മണ്ണാർമലയിൽ പുലി ഇറങ്ങി. തിരുവനന്തപുരം അമ്പൂരി കാരിക്കുഴിയിലാണ് പുള്ളിപ്പുലി കുടുങ്ങിയത്. ടാപ്പിംഗ് തൊഴിലാളിയായ ഷൈജു ടാപ്പിംഗിനിടെയാണ് പുലിയെ കണ്ടത്. പുലി ആക്രമിക്കാൻ ശ്രമിച്ചതോടെ ഷൈജു ബഹളം വച്ചു. പിന്മാറുന്നതിനിടെ പുലി പന്നിക്കണിയിൽപ്പെടുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നെയ്യാർഡാം പോലീസും സ്ഥലത്തെത്തി 4 മണിക്കൂറോളം പരിശ്രമിച്ചാണ് പുള്ളിപ്പുലിയെ പിടികൂടിയത്. ദൌത്യത്തിനിടെ പരിക്കേറ്റ പുലിക്ക് ചികിത്സ നൽകും. മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലിയിറങ്ങി. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. പലതവണ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടും പിടികൂടാത്തതിൽ വനം വകുപ്പിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. കൊല്ലം തെന്മലയിൽ പുലിയെ കണ്ട പ്രദേശത്ത് വനം വകുപ്പ് ക്യാമറ സ്ഥാപിച്ചു. ക്യാമറ നിരീക്ഷണത്തിനു ശേഷമാകും കൂട് സ്ഥാപിക്കുകയെന്ന് RFO അറിയിച്ചു. ന്യൂസ് ഡെസ്ക് 24. കാഴ്ചാപരിമിതിയുമായി പാലക്കാട് ജനവാസ മേഖലയിൽ തുടർന്നിരുന്ന PT5 കാട്ടാനയ്ക്ക് ചികിത്സ നൽകി. മലമ്പുഴ മാന്തരുത്തിയിൽ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലായിരുന്നു ദൗത്യം. റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം ആനയെ ഉൾവനത്തിലേക്ക് വിട്ടു. മണിക്കൂറുകൾ നീണ്ട ദൗത്യം. 100ഓളം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. കാഴ്ചാപരിമിതി മൂലം അവശനായിരുന്ന PT5 എന്ന ചുരുളിക്കൊമ്പന് ഒടുവിൽ വനംവകുപ്പ് ചികിത്സ നൽകി. രാവിലെ 8 മണിയോടെയാണ് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ ദൗത്യം തുടങ്ങിയത്. 6 സംഘങ്ങളായി തിരിഞ്ഞ മലമ്പുഴയ്ക്ക് സമീപം മാന്തുരുത്തിയിൽ ആനയെ ലൊക്കേറ്റ് ചെയ്തു. 2 ഡോസ് മയക്കുവെടിവെച്ചു. ഓടാനാകാതെ ആന അവിടെ തന്നെ നിലയുറപ്പിച്ചു. പൂർണ്ണ മയക്കമായതോടെ പരിശോധനയും ചികിത്സയും നടത്തി.
കണ്ണിന് ഗുരുതര പ്രശ്നങ്ങളുണ്ടെന്നാണ് കണ്ടെത്തൽ. പ്രാഥമിക ചികിത്സ നൽകി. റേഡിയോ കോളർ ഘടിപ്പിച്ച് ഉൾക്കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട്. എക്സാമിൻ ചെയ്തപ്പോൾ നമുക്ക് ചില ഒബ്സർവേഷൻസ് ഉണ്ട്. ബൈലാറ്ററൽ യൂവിയേറ്റീസ് എന്നൊരു കണ്ടീഷനാണ്. ഒരു കണ്ണിൻ്റെ കാഴ്ച കുറച്ച് നല്ലോണം കുറവാണ് ഒരു കണ്ണിൻ്റെ, മറ്റത് പാർഷ്യൽ ബ്ലൈൻഡ്നെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള അക്യൂട്ടായിട്ട് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മരുന്ന് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, കണ്ണ് കംപ്ലീറ്റ് പരിശോധിച്ചു, നമ്മളത് ഡ്രസ് ചെയ്തു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ. ആനയുടെ സഞ്ചാരം 2 ആഴ്ച നിരീക്ഷിക്കും. മാറ്റമില്ലെങ്കിൽ മറ്റു നടപടി സ്വീകരിക്കും. രാജീവ് സുദേവിനൊപ്പം ശ്രീജി ശ്രീകുമാരൻ, 24 പാലക്കാട്. തൃശൂർ എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കൃഷിയിടത്തിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. തെക്കേക്കര സ്വദേശി ജൂലിയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന ഭർത്താവിന് ഷോക്കേറ്റെങ്കിലും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. വൈദ്യുതാപകടത്തിൽ സംസ്ഥാനത്ത് തുടർച്ചയായി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് എരുമപ്പെട്ടിയിൽ വീട്ടമ്മ വൈദ്യുതാഘാതമേറ്റു മരിച്ചത്. രാവിലെ 9 മണിയോടെ തേങ്ങ പൊറുക്കാൻ എത്തിയതായിരുന്നു ബെന്നിയും ഭാര്യ ജൂലിയും. പറമ്പിലെ മോട്ടോർ പുരയിലേക്കുള്ള വൈദ്യുത ലൈൻ പൊട്ടിക്കിടക്കുകയായിരുന്നു. അതിൽ നിന്നാണ് ജൂലിക്ക് ഷോക്കേറ്റത്. രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഭർത്താവിനും ഷോക്കേറ്റെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തെങ്ങ് വീണിട്ട് പോഷമ കഴിഞ്ഞിരുന്നു, അത് ഇവർ കണ്ടിട്ടില്ല. തെങ്ങ് വീണപ്പോൾ ഒരു കമ്പി പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. ആ കമ്പി കൂടെ വൈദ്യുതി വന്നിരുന്നു. ആളറിയാണ്ട് കമ്പിയമ്മ തട്ടി വീണു. ഭർത്താവ് അവിടുന്ന് ആളെ കാണാണ്ടായപ്പോൾ തെരഞ്ഞു വന്നതാണ്. അപ്പോൾ ആളിവിടെ വീണ് കിടക്കുക. പരുക്കേറ്റ ജൂലിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംഭവത്തിൽ എരുമപ്പെട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 തൃശൂർ. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. ഗുളിക രൂപത്തിലാക്കി ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 1078 ഗ്രാം സ്വർണ്ണ മിശ്രിതം പിടികൂടി. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അമൽ, വിവരങ്ങൾ എന്താണ് അമൽ? അമൽ സുരേന്ദ്രൻ അല്പസമയത്തിനകം വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് വലിയ സ്വർണ്ണവേട്ടയുണ്ടായിരിക്കുന്നത്. ഗുളിക രൂപത്തിലാക്കി ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 1078 ഗ്രാം സ്വർണ്ണ മിശ്രിതം പിടികൂടി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് എന്ന കാര്യം അറിയില്ല. അല്പസമയത്തിനകം അത് അമൽ സുരേന്ദ്രൻ പങ്കുവയ്ക്കും. ചെറിയ ചില സാങ്കേതിക തടസ്സമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അമൽ സുരേന്ദ്രൻ തയ്യാറാണ്. അമൽ, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? അമൽ, റീജിത്ത്, ഒരു ഇടവേളയ്ക്ക് ശേഷം വൻ സ്വർണ്ണവേട്ടയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസ് നടത്തിയിരിക്കുന്നത്. ഈ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള കമറുദ്ദീനിൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തിരിക്കുന്നത്. ഇയാൾ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ ദ്രവരൂപത്തിലായിരുന്നു സ്വർണം ഉണ്ടായിരുന്നത്. ഈ സ്വർണ്ണമാണ് കസ്റ്റംസ് ഇദ്ദേഹം വിദേശത്ത് നിന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തതിനെ തുടർന്ന് കസ്റ്റംസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയത്. ഇതിനെ തുടർന്നാണ് 1078 ഗ്രാം ദ്രവരൂപത്തിലുള്ള സ്വർണം കസ്റ്റംസ് സംഘം പിടികൂടിയത്. ഏകദേശം 132 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാണ് കസ്റ്റംസ് സംഘം പിടികൂടിയത്. നമുക്കറിയാവുന്നതാണ്, ഒരു വലിയ കാലയളവിന് ശേഷമാണ് ഇത്രയധികം സ്വർണം കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ സ്വർണ്ണക്കടത്തിന് പിന്നിലുണ്ടായിരുന്ന സംഘത്തെക്കുറിച്ച് കസ്റ്റംസിന് വ്യക്തമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്രയധികം സ്വർണം, വലിയൊരു ക്വാണ്ടിറ്റി സ്വർണം കേരളത്തിലേക്ക് കടത്തിയതിന് പിന്നിൽ എന്ത് തരത്തിലുള്ള ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വർണം കൊണ്ടുവന്നത്, ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള അന്വേഷണം കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുമെന്ന് തന്നെയാണ് കസ്റ്റംസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് വലിയ സ്വർണ്ണവേട്ട ഉണ്ടായിരിക്കുന്നത്. ഗുളിക രൂപത്തിലാക്കി ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താനായിരുന്നു ശ്രമം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ കസ്റ്റംസ് ഓഫീസറെ സർവീസിൽ നിന്നും പുറത്താക്കി. കസ്റ്റംസ് ഇൻസ്പെക്ടർ കെ അനീഷിനെയാണ് പുറത്താക്കിയത്. 2023 തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ 4.5 കിലോ സ്വർണം കടത്തിയ കേസിലെ പ്രതിയാണ് അനീഷ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, വിവരങ്ങൾ. ഉമേഷ്. രജിത്ത്, 2023 തന്നെ അനീഷും മറ്റൊരു കസ്റ്റംസ് ഇൻസ്പെക്ടറും ഈ കേസിൽ അറസ്റ്റിലായിരുന്നു. ഇതിൽ രണ്ടുപേരും റിമാൻഡിലുമായിരുന്നു. എന്തായാലും ഇതിലിപ്പോൾ അനീഷിനെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത്. അനീഷ് എറണാകുളം സ്വദേശിയാണ്. അനീഷിനെ ഇപ്പോൾ സർവീസിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കിയിരിക്കുന്നു, ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഇദ്ദേഹം 4 കിലോ സ്വർണം കടത്താൻ അബുദാബിയിൽ നിന്ന് 4 കിലോ സ്വർണം കടത്താൻ സഹായിച്ചു എന്നുള്ളതായിരുന്നു ഇയാൾക്കെതിരെയുള്ള കുറ്റപത്രം. ഈ 4 കിലോ സ്വർണം കടത്താനുള്ള ശ്രമം കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക സംഘം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിനടിസ്ഥാനത്തിൽ കടത്താൻ ശ്രമിച്ചവരും അറസ്റ്റിലായിരുന്നു. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് 2 കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇതിനുവേണ്ടി പിന്തുണ നൽകി എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതിനുശേഷം ഏകദേശം 80 കിലോയോളം സ്വർണം ഈ 2 പേരും ചേർന്ന് കടത്താൻ സഹായിച്ചു എന്നുള്ള റിപ്പോർട്ടും ഉണ്ടായിരുന്നു. എന്തായാലും ഇതിലിപ്പോൾ നടപടി
നടപടിയെടുത്തിരിക്കുന്നു. എന്നാൽ നിയമപരമായ നടപടികൾ ഇനി പിന്നാലെ വരും. അത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു. റിമാൻഡിലായ ഇവർ ഇപ്പോൾ ജാമ്യത്തിൽ തുടരുകയാണ്. രജിത്ത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ ഒക്ടോബറിലെ മത്സരങ്ങൾ അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ടുകൾ. ഷിക്കാഗോയിൽ മെസ്സിപ്പട മെക്സിക്കോയെ നേരിടും എന്നാണ് അർജന്റീന മാധ്യമങ്ങൾ പറയുന്നത്. അർജന്റീന ഫുട്ബോൾ ടീം ഒക്ടോബറിൽ കേരളത്തിൽ കളിക്കാനെത്തുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹിമാനും സ്പോൺസറും ആവർത്തിക്കുമ്പോഴാണ് മെസ്സിപ്പട അമേരിക്കയിലേക്കെന്ന റിപ്പോർട്ടുകൾ. അർജന്റീന ടീമുമായി അടുത്ത ബന്ധമുള്ള മാധ്യമപ്രവർത്തകനായ ഗ്യാസ് നെഡ്യൂളാണ് ആദ്യം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പിന്നാലെ മറ്റ് അർജന്റീൻ മാധ്യമങ്ങളും ഏറ്റെടുത്തു. ഒക്ടോബറിൽ ചൈനയിൽ 2 മത്സരങ്ങൾ കളിക്കാനായിരുന്നു അർജന്റീനയുടെ പദ്ധതി. ഇത് റദ്ദായതോടെയാണ് അർജന്റീന അമേരിക്ക തെരഞ്ഞെടുത്തത്. ഷിക്കാഗോയിൽ വെച്ച് മെക്സിക്കോയുമായി ഒക്ടോബർ 8 മുതൽ 14 വരെയുള്ള തീയതികളിലൊന്നിലായിരിക്കും മത്സരം. അടുത്ത വർഷം ഫിഫ ലോകകപ്പ് നടക്കുന്നത് അമേരിക്കയിൽ എന്നതും അവിടെ ഒരു മത്സരം കളിക്കാൻ ടീം തീരുമാനിച്ചതിന് കാരണമായി പറയുന്നു. ഒക്ടോബറിൽ കേരളത്തിലെത്താൻ അസൗകര്യമുള്ളതായി അർജന്റീന അറിയിച്ചതായി കായികമന്ത്രി വി അബ്ദുറഹിമാൻ 24-നോട് പറഞ്ഞിരുന്നു. ഇതിനെ ശരിവെക്കുന്നതാണ് അമേരിക്കൻ സന്ദർശനത്തിനെ കുറിച്ചുള്ള വാർത്തകൾ. സ്പോർട്സ് ഡെസ്ക് 24. സംസ്ഥാനത്തെ കൊടും കുറ്റവാളികളായ ഗുണ്ടകളുടെ പട്ടിക തയ്യാറാക്കുന്നു. 20 പോലീസ് ജില്ലകളിലെയും കുപ്രസിദ്ധരായ ആക്റ്റീവ് ഗുണ്ടകളിൽ ആദ്യത്തെ 10 പേരുടെ സമ്പൂർണ്ണ വിവരങ്ങളാവും ശേഖരിക്കുക. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നീക്കം. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ കൊടും കുറ്റവാളികളായ ഗുണ്ടകളുടെ പട്ടികയാണ് പോലീസ് തയ്യാറാക്കുന്നത്. നേരത്തെ ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ ഉൾപ്പെട്ടതും കാപ്പ ചുമത്തപ്പെട്ടവരുമായ ഗുണ്ടകളിൽ ഏറ്റവും അധികം ക്രിമിനൽ പശ്ചാത്തലമുള്ള 200 പേരുടെ വിവരങ്ങളാണ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം തയ്യാറാക്കുക. ഇതിനായി ലോക്കൽ പോലീസിന്റെ സഹകരണവും രഹസ്യാന്വേഷണ വിഭാഗം തേടും. പോലീസ്, അഭിഭാഷകർ, രാഷ്ട്രീയ നേതാക്കൾ, സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരുമായി ഗുണ്ടകൾക്കുള്ള ബന്ധമുൾപ്പെടെ വിശദവിവരങ്ങൾ ശേഖരിക്കും. ഗുണ്ടകളുടെയും കുടുംബങ്ങളുടെയും വിവരങ്ങൾ, വിദ്യാഭ്യാസം, ജോലി, വരുമാനമാർഗം, ആസ്തി വിവരങ്ങൾ, കുറ്റകൃത്യങ്ങളിലെ പങ്കാളികൾ തുടങ്ങി 50ഓളം വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. ഗുണ്ടകളുടെ പേരും ഫോട്ടോയും മുതൽ രക്തഗ്രൂപ്പും ജനനത്തീയതിയും മൊബൈൽ നമ്പറും വരെയുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കും. കുറ്റകൃത്യം നടത്തി വിദേശത്തേക്ക് കടക്കുന്നത് തടയുന്നതിനായി തിരിച്ചറിയൽ രേഖകൾ, ATM എന്നിവയുടെ വിവരങ്ങളും ഉൾപ്പെടുത്തും. സമൂഹമാധ്യമങ്ങളിൽ സജീവമായ ഗുണ്ടകളാണെങ്കിൽ അക്കാര്യങ്ങളും റിപ്പോർട്ടിൽ ചേർക്കും. ഇതിനു പുറമെ കുറ്റകൃത്യത്തിലെ പങ്കാളികളുടെയും കൗമാരപ്രായക്കാരായ സുഹൃത്തുക്കളുടെയും വിവരങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും. അരുൺരാജ്, 24, കൊല്ലം. വാർത്താമഴയിലേക്ക് വീണ്ടും. ഒഡീഷയിൽ മലയാളി കന്യാസ്ത്രീകളെയും വൈദികരെയും ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് CBCI കുറ്റപ്പെടുത്തി. BJP ആണ് ഭരിക്കുന്നതെന്ന് ഓർമ്മ വേണം എന്ന് പറഞ്ഞായിരുന്നു ആക്രമണമെന്ന് ദൃക്സാക്ഷി സിസ്റ്റർ എലൈസ 24-നോട് പറഞ്ഞു. ഛത്തീസ്ഗഡിനു പിന്നാലെ ഒഡീഷയിലും കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ ബജ്രംഗ് ദൾ ആക്രമണം നടന്നിരുന്നു. ഭരണഘടനാ അവകാശങ്ങൾക്ക് നേരെയാണ് ആക്രമണമെന്ന് CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് കുറ്റപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടന കാത്തുസൂക്ഷിക്കാൻ സർക്കാരുകൾ നടപടിയെടുക്കണം. അത് കേന്ദ്രമാണെങ്കിൽ സംസ്ഥാനം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനുറപ്പാക്കണം. ഭയത്തിന്റെ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടത് ഭരിക്കുന്ന അധികാരികളുടെ ഉത്തരവാദിത്വമാണ്. ജലേശ്വറിൽ ഗ്രാമവാസിയുടെ ആണ്ട് കുർബാനയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണമെന്ന് സിസ്റ്റർ എലൈസ 24-നോട് പറഞ്ഞു. ഞങ്ങൾ മതപരിവർത്തനം എന്നൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ പോയില്ല. ഞങ്ങളുടെ അവിടെ മരിച്ച ആൾക്കാരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയതാണ്. മതപരിവർത്തനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ഉപദ്രവിച്ചത്. ഒഡീഷ സംഭവത്തിൽ പാർലമെന്റ് കവാടത്തിൽ LDF UDF MPമാർ പ്രതിഷേധിച്ചു. സംഭവത്തിൽ ആശങ്കയുണ്ടെന്ന് ആക്രമണത്തിനിരയായവരുടെ ബന്ധുക്കൾ പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഒഡീഷയിൽ കന്യാസ്ത്രീകളെയും വൈദികരെയും ആക്രമിച്ച സംഭവത്തിൽ സംഘപരിവാറിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗ്രഹാം സ്റ്റെയിനെയും 2 മക്കളെയും ചുട്ടുകരിച്ച ബജരംഗ് ദൾ ഇപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പി ഗോവിന്ദപിള്ള ജന്മശതാബ്ദി വാർഷികാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. കന്യാസ്ത്രീകൾക്ക് നേരെ നടത്തിയ നിയമവിരുദ്ധ ആക്രമണത്തെപ്പറ്റി നാം ചർച്ച തുടരുകയാണ്. ബജ്രംഗ് ദൾ ഭീകരരാണ്. 4 നൂറ്റാണ്ട് മുൻപ് ഗ്രഹാം സ്റ്റെയിൻസ് എന്ന സുവിശേഷകനെയും അദ്ദേഹത്തിൻ്റെ 10ഉം 6ഉം വയസ്സുള്ള 2 മക്കളെയും പച്ച ജീവനോടെ ചുട്ടുകൊന്നത് എന്നതും ഇതുമായി കൂട്ടി വായിക്കേണ്ടതാണ്.
അവരിപ്പോഴും അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല എന്നതാണ് ഇന്നത്തെ മാധ്യമ വാർത്തകൾ കന്യാസ്ത്രീകളെയും വൈദികരെയും ആക്രമിച്ച വാർത്തകളിലൂടെ നാം കാണുന്നത്. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന ആദിവാസി യുവാവിനെ ബജരംഗ് ദൾ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സുഗ്മാൻ മണ്ടാവി എന്ന യുവാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ജാമ്യത്തിലിറങ്ങിയ മലയാളി കന്യാസ്ത്രീകൾ ഉടൻ കേരളത്തിലേക്ക് മടങ്ങില്ല. കന്യാസ്ത്രീകൾ കൂട്ടിക്കൊണ്ടുപോകേണ്ടിയിരുന്ന കമലേശ്വരി, ലളിത, സുഗ്മതി എന്നീ ആദിവാസി യുവതികൾക്കൊപ്പമുണ്ടായിരുന്ന യുവാവിനെയാണ് ബജ്റംഗ് ദൾ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിക്കുന്നത്. മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിക്കപ്പെട്ട കേസിൽ സിസ്റ്റർ വന്ദനയ്ക്കും സിസ്റ്റർ പ്രീതിക്കുമൊപ്പം അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ സുഗ്മാൻ മണ്ടാവി ഇപ്പോൾ നാരായൺപൂരിലെ ഓർച്ച എന്ന ഗ്രാമത്തിലാണുള്ളത്. ജാമ്യം ലഭിച്ച മലയാളി കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ നിന്ന് ഉടൻ നാട്ടിലേക്ക് മടങ്ങില്ല. കേസ് റദ്ദാക്കുന്നതിനുള്ള നിയമ നടപടികൾ തുടരേണ്ടതിനാലാണ് തീരുമാനം. എഫ്ഐആർ റദ്ദാക്കാൻ കന്യാസ്ത്രീകൾ ഉടൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയേക്കും. ബജ്റംഗ് ദൾ നേതാക്കൾക്കെതിരെ ആദിവാസി യുവതികൾ നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല. 24 ഡൽഹി. കൊല്ലത്ത് വികൃതി കാട്ടിയതിന് 3ാം ക്ലാസ്സുകാരനെ രണ്ടാനച്ഛൻ അയൺ ബോക്സ് കൊണ്ട് പൊള്ളിച്ചു. കുട്ടിയെ CWCയുടെ സംരക്ഷണയിലേക്ക് മാറ്റി. ആലപ്പുഴ നൂർനാട് 4ാം ക്ലാസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച പിതാവും രണ്ടാനമ്മയും പിടിയിലായി. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശുക്ഷേമ ഓഫീസറോടും നൂർനാട് SHOയോടും റിപ്പോർട്ട് തേടി. കുട്ടിയെ മുത്തശ്ശിയുടെ സംരക്ഷണയിലേക്ക് മാറ്റി. കൊല്ലത്ത് 3ാം ക്ലാസ്സുകാരനോടാണ് രണ്ടാനച്ഛന്റെ ക്രൂരത. വികൃതി കാട്ടിയതിന് അയൺ ബോക്സ് കൊണ്ട് കാലിൽ പൊള്ളിക്കുകയായിരുന്നു. കുട്ടിയുടെ അമ്മ വിദേശത്താണ്. കേസിൽ മൈനാഗപ്പള്ളി സ്വദേശി കൊച്ചനിയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടിയെ CWCയിലേക്ക് മാറ്റി. നൂറിനാട് 4ാം ക്ലാസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ രണ്ടാനമ്മയും പിതാവും അറസ്റ്റിൽ. രണ്ടാനമ്മ ഷെബീനയെ കൊല്ലത്ത് നിന്നും പിതാവ് അൻസറിനെ പത്തനംതിട്ടയിൽ നിന്നുമാണ് പിടികൂടിയത്. നൂറിനാട് 4ാം ക്ലാസ്സുകാരി നേരിട്ട ക്രൂരത 24 ആണ് പുറത്തുവിട്ടത്. പിന്നാലെയാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തതും. നേരത്തെ CWCയും കേസിൽ ഇടപെട്ടിരുന്നു. കുട്ടിക്ക് നീതി ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പ്രതികരിച്ചു. ഇനി അവരെങ്ങും വിടത്തില്ല. കുഞ്ഞിനെ എൻ്റെ ഒപ്പം നിർത്തി വളർത്തി വലുതാക്കി വിടും, പഠിപ്പിക്കും. എന്നാൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. CWCയിൽ ഹാജരാക്കിയ കുട്ടിയെ മുത്തശ്ശിയുടെ സംരക്ഷണയിലാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കോഴിക്കോട് 10ാം ക്ലാസ്സുകാരനെ പറ്റിച്ചും ഭീഷണിപ്പെടുത്തിയും ലക്ഷങ്ങൾ തട്ടി മുങ്ങിയ പ്രതി പിടിയിൽ. കോട്ടയം സ്വദേശി രാഹുലാണ് പിടിയിലായത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. ഗോകുൽ, എന്താണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാവുന്ന? ഒരു 10ാം ക്ലാസ്സുകാരനെ പറ്റിച്ചിങ്ങനെ ലക്ഷങ്ങൾ തട്ടിയെടുക്കുക, എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താണ് പോലീസ് പറയുന്നത് ഗോകുൽ? 3 വർഷം മുമ്പുള്ള കേസാണിത്. 2022 ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള 3 മാസക്കാലം 9,19,139 രൂപയാണ് ഈ കോട്ടയം സ്വദേശിയായിട്ടുള്ള രാഹുൽ കബളിപ്പിച്ചത്. ഇയാൾ കോഴിക്കോട് പേരാമ്പ്രയിൽ അയാളുടെ പിതാവിൻ്റെ പെട്രോൾ പമ്പുണ്ട്. അവിടെ പണിയെടുക്കുന്ന സമയത്ത് തന്നെ ട്യൂഷൻ എടുക്കാൻ വന്നിരുന്നു. ഇങ്ങനെ ട്യൂഷൻ എടുക്കാൻ വന്ന വിദ്യാർത്ഥിയിൽ നിന്നാണ് 10 ലക്ഷത്തോളം രൂപ ഇയാൾ കബളിപ്പിച്ചത്. പല തവണകളിലായി പണം ആവശ്യപ്പെട്ടു. പിന്നീട് ഈ കുട്ടി പണം തിരികെ ആവശ്യപ്പെട്ട സമയത്ത് അച്ഛനെയും അമ്മയെയും കൂടോത്രം ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ് ഇയാളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഈ അച്ഛൻ്റെയും അമ്മയുടെയും അക്കൗണ്ടിൽ നിന്ന് ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ടായിരുന്നു പണം അയച്ചു കൊടുത്തിരുന്നത്. പിന്നീട് അച്ഛനും അമ്മയും വിഷയം അന്വേഷിച്ച സമയത്താണ് കുട്ടി കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. പിന്നീട് പേരാമ്പ്ര പോലീസിൽ പരാതി നൽകി. അപ്പോഴേക്കും ഇയാൾ വാരണാസിയിലേക്ക് മുങ്ങിയിരുന്നു. ഒരുപാട് നാളുകളെ അന്വേഷണം നടത്തിയതിന് ശേഷം ഇയാൾ തിരുവനന്തപുരത്ത് ഉണ്ട് എന്ന് പോലീസിന് മനസ്സാവുകയായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഈ പ്രതിയെ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ആളെ ഇപ്പോൾ കോഴിക്കോട് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. 3 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. ശരി, ഗോകുൽ കെ വേണുഗോപാൽ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. CPI ഇടതുമുന്നണി വിടണമെന്ന് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുചർച്ചയിൽ ആവശ്യം. മുന്നണി വിടേണ്ട സമയം കഴിഞ്ഞെന്നും CPIM വലതുപക്ഷമായി മാറിക്കഴിഞ്ഞു എന്നുമാണ് വിമർശനം. R ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്താണ് ഉയർന്നു വന്നിരിക്കുന്ന വിമർശനം? ശ്രീജിത്ത്, CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ നടന്ന പൊതുചർച്ചയിലാണ് പാർട്ടി ഇടതുമുന്നണി വിടണമെന്ന ആവശ്യം ഉയർന്നത്. അരുവിക്കര മണ്ഡലത്തിലുള്ള പ്രതിനിധിയാണ് ഈ ആവശ്യം ആദ്യമായി ഉന്നയിച്ചത്. മുന്നണി വിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പാള കീറും പോലെ CPIയെ കീറിയെറിഞ്ഞവരാണ് CPIMകാർ.
CPM വലതുപക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. ഭട്ടിണ്ട പാർട്ടി കോൺഗ്രസിൽ നിന്ന് കാലം ഏറെ മാറി. അതുകൊണ്ട് തന്നെ മുന്നണി ബന്ധം തുടരണോ എന്ന കാര്യത്തിൽ പുനരാലോചന വേണമെന്നാണ് അരുവിക്കര മണ്ഡലത്തിലെ പ്രതിനിധി ഉന്നയിച്ചത്. ഇത് മറ്റു ചിലർ കൂടി ഉന്നയിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബിനോയ് വിശ്വത്തിനെതിരെ ശക്തമായ വിമർശനവും ഇന്നത്തെ പൊതുചർച്ചയിൽ ഉയർന്നു. സംസ്ഥാന സെക്രട്ടറി വെളിച്ചപ്പാടാണോ എന്നാണ് പ്രതിനിധികൾ ചോദിച്ചത്. രാവിലെ ഒരു നിലപാട് പറയും, ഉച്ചയ്ക്ക് മറ്റൊന്നും, വൈകുന്നേരം വേറൊന്നും പറയുന്ന സമീപനമാണ് ബിനോയ് വിശ്വം സ്വീകരിക്കുന്നത്. ബിനോയ് വിശ്വം വെളിയൻ ഭാർഗവനെയും CK ചന്ദ്രപ്പനെയും കണ്ടുപഠിക്കണമെന്നും പ്രതിനിധികൾ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചു. CPM നേതാക്കളെ കാണുമ്പോൾ പാർട്ടി സെക്രട്ടറിക്കും മന്ത്രിമാർക്കും മുട്ടിടിക്കുകയാണെന്നും AK സെന്ററിൽ പോയി ചായയും കുടിച്ച് കുശലം പറഞ്ഞ് മടങ്ങുകയാണ് പതിവെന്നും പരിഹാസവും ഉണ്ടായി. ജാതിപ്പോര് സംബന്ധിച്ച ചില പരാമർശങ്ങളും ഇന്നത്തെ പൊതുചർച്ചയിൽ ഉയർന്നു വന്നു. പാർട്ടിയിൽ ജാതി വിവേചനമുണ്ട് എന്നാണ് ചില പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചത്. പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ N രാജന്റെ പേര് അദ്ദേഹം പിന്നോക്ക വിഭാഗത്തിലുള്ള ആളായതുകൊണ്ട് ഏറ്റവും അവസാനമാണ് പ്രചരണ മാധ്യമങ്ങളും മറ്റും ചേർക്കുന്നതെന്നായിരുന്നു പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചത്. വർക്കല തുടങ്ങിയ മണ്ഡലങ്ങളിലുള്ള പ്രതിനിധികളാണ് ഈ വിമർശനം ഉന്നയിച്ചത്. ആർ ഷയ്യത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കാഞ്ഞങ്ങാട് റോയ് ജോസഫ് കൊലക്കേസിലെ പ്രതി നരേന്ദ്രന്റെ മകൻ മരിച്ച നിലയിൽ കാഞ്ഞങ്ങാട് പുല്ലൂരിലെ ക്ഷേത്രക്കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. +1 വിദ്യാർത്ഥിയായ കാശിനാഥൻ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് പ്രാഥമിക നിഗമനം. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. എന്താണ് അരുൺ പാറയ്ക്കൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? പോലീസ് പറയുന്നത് എന്താണ്? റജിത്ത്, ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ക്ഷേത്രക്കുളത്തിൽ ഇതിന് സമീപം വിദ്യാർത്ഥിയുടെ മുണ്ടും ചെരുപ്പും മാത്രമാണ് ആദ്യഘട്ടത്തിൽ നാട്ടുകാർ കണ്ടത്. ഈ സമയത്താണ് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തെരച്ചിൽ നടത്തിയത്. രാത്രി 8:45 കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം ഇപ്പോൾ നിലവിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് റോയ് ജോസഫ് കൊലക്കേസിലെ പ്രതിയുടെ മകനാണ്, പ്രതി നരേന്ദ്രന്റെ മകനാണ് കാശിനാഥൻ. കാശിനാഥൻ കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിന് വേണ്ടിയാണ് കുളത്തിലെത്തിയത്. അതിനുശേഷം കൂട്ടുകാർ പോയ ശേഷവും കുട്ടി അവിടെ നിന്നു എന്ന് അവിടെ നിന്നുള്ള നാട്ടുകാർ പറയുന്നുണ്ട്. പോലീസുമായി നമ്മൾ സംസാരിച്ചിരുന്നു. പോലീസ് പറയുന്നത് ആത്മഹത്യയാവും വഴിയില്ല, കാൽവഴുതി കുളത്തിലേക്ക് വീണതാവാം എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ ചെറിയ സംശയം ഇതുമായി ബന്ധപ്പെട്ട പങ്കുവയ്ക്കുന്നുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റീജിത്ത്. ശരി, അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവ്. ജൈനമ്മയെ പരിചയമുണ്ടായിരുന്നെന്ന് സെബാസ്റ്റ്യൻ സമ്മതിച്ചു. സെബാസ്റ്റ്യന്റെ കോട്ടയത്തെ ഭാര്യ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. ഇവിടെ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് നിർണായക തെളിവുകൾ ലഭിച്ചു എന്നാണ് വിവരം. മറ്റ് സ്ത്രീകളുടെ തിരോധാനങ്ങൾ കൃത്യമായ ഇടവേളകളിലാണ് നടന്നതെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട്. തുടർച്ചയായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ജൈനമ്മയെ പരിചയമുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞത്. ഒരു പ്രാർത്ഥനാ സംഘത്തിൽ ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് പരിചയപ്പെട്ടതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ തിരോധാനം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് സെബാസ്റ്റ്യൻ മറുപടി പറഞ്ഞിട്ടില്ല. സെബാസ്റ്റ്യൻ നൽകുന്ന പരസ്പര വിരുദ്ധ മൊഴികൾ അന്വേഷണത്തെ വഴിതെറ്റിക്കാനാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. 2012 ശേഷം സാമ്പത്തിക ഇടപാടുകൾ ബാങ്കിലൂടെ നടത്തിയിട്ടില്ല. പണം കയ്യിൽ കൊണ്ടു നടന്നാണ് കാര്യങ്ങൾ നടത്തിയിരുന്നതെന്നും അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. ബിന്ദു തിരോധാനത്തിന് ശേഷമാണ് സെബാസ്റ്റ്യൻ ഈ നീക്കം നടത്തിയത്. ഇതിനിടെ കോട്ടയത്തെ സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ വീട്ടിൽ പരിശോധന നടത്തി. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കാറിൽ നിന്നും കത്തിയും ഡീസൽ വാങ്ങാൻ ഉപയോഗിക്കുന്ന ക്യാനും കണ്ടെത്തി. ഇതിന്റെ ഫോറൻസിക് പരിശോധന നടന്നു വരികയാണ്. മാസങ്ങൾക്ക് മുമ്പ് സെബാസ്റ്റ്യൻ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്നിട്ടതാണ് ഈ വാഹനം. 6 വർഷത്തെ ഇടവേളയിലാണ് സ്ത്രീകളെ കാണാതായതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിലെ കാരണവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. 24 കോട്ടയം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസ് പ്രതിയായ അറ്റൻഡർ MM ശശീന്ദ്രനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ് ഉത്തരവിട്ടത്. തെളിഞ്ഞിരിക്കുന്ന കുറ്റം അങ്ങേയറ്റം ഗൗരവമുള്ളതാണെന്നും സർക്കാർ മെഡിക്കൽ കോളേജിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. അതേസമയം നടപടിയിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു അതിജീവിതയുടെ പ്രതികരണം. 2023 മാർച്ച് 18 തൈറോയിഡ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിൽ വെച്ച് യുവതിയെ അറ്റൻഡർ MM ശശീന്ദ്രൻ പീഡിപ്പിച്ചത്. പിന്നീട് ഇയാൾ അറസ്റ്റിലായിരുന്നു. സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ആശുപത്രി ആഭ്യന്തര വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി. പിന്നാലെ ഫോറൻസിക് വകുപ്പും വിശദമായ അന്വേഷണം നടത്തി. ഇതിലും പ്രതി കുറ്റക്കാരനെന്നായിരുന്നു കണ്ടെത്തൽ. ഇതിനെ തുടർന്നാണ് ശശീന്ദ്രനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉത്തരവിറക്കിയത്. ചെയ്ത കുറ്റം അതീവ ഗൗരവമുള്ളതാണെന്നും ഒരു സർക്കാർ ആശുപത്രിയിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നും ഉത്തരവിൽ പറയുന്നു. അതേസമയം പോരാട്ടത്തിന്റെ വിജയമെന്നും ശശീന്ദ്രനെ ശിക്ഷ ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്നും അതിജീവിത പറഞ്ഞു. തീർച്ചയായിട്ടും സന്തോഷമുള്ള ഒരു കാര്യം തന്നെ. അത്രയും പോരാടിയതിന് ഒരു ഫലം ലഭിച്ചു എന്ന് തന്നെ പറയാം. കുറേ സമരം ചെയ്തു, എല്ലാ സ്ഥലത്തും പോയി മന്ത്രിമാരൊക്കെ കണ്ടു. അപ്പം അതിലൊരു നേരിയൊരു സന്തോഷം ഉണ്ട്.
പൂർണ്ണമായും നീതി ലഭിച്ചിട്ടുണ്ടോ അപ്പം? ഇല്ല, അത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ കോടതിയിലെ നടപടികൾ കഴിയണമല്ലോ. തന്റെ മൊഴി കൃത്യമായി രേഖപ്പെടുത്താതിരുന്ന ഡോക്ടർ പ്രീതിക്കെതിരെ നടപടി വേണമെന്നും അതിജീവിത ആവശ്യപ്പെടുന്നു. 24 കോഴിക്കോട്. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തിൽ മറുപടിയുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കരട് പട്ടികയുടെ പകർപ്പും അന്തിമ വോട്ടർ പട്ടികയുടെ പകർപ്പും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയിരുന്നതാണെന്നും അന്ന് പരാതി ഉയർന്നില്ല എന്നും വിശദീകരണം. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഇതിപ്പോൾ വലിയ ചർച്ചയായി മാറുന്നുണ്ട്. നേതാക്കളുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടു. VS സുനിൽകുമാറിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. അതിന് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പ് ഓഫീസർ രക്തൻ കേൽക്കർ ഇതുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളും തുടങ്ങി എന്തെല്ലാം തൃശൂർ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ അവയെല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിന്റെ ടൈം ലൈൻ പ്രകാരം, അതായത് 2023 ഒക്ടോബറിൽ കരട് വോട്ടർ പട്ടിക തയ്യാറാകുന്നു. അതിനുശേഷം അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സൗജന്യമായി നൽകുന്നു. അതിനുശേഷം ലഭിച്ച പരാതികൾ അത് പരിശോധിച്ച് അതിൽ തീർപ്പ് കൽപ്പിക്കുന്നു. അതിനുശേഷം 2024 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു. അതിനുശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സൗജന്യമായി വിതരണം ചെയ്ത ശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കുന്നു. യോഗം വിളിച്ചപ്പോഴും ആരും പരാതികൾ പറഞ്ഞില്ല. അതിനുശേഷം വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷവും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നു. അപ്പോഴും ഒരു പരാതിയും ഉയർന്നില്ല. ഏതെങ്കിലും രീതിയിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ ആ ഘട്ടങ്ങളിൽ അറിയിക്കാമായിരുന്നു. പക്ഷെ അത്തരത്തിൽ പരാതികളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകേണ്ടതായിരുന്നു. എന്തായാലും അതും ഉണ്ടായിട്ടില്ല. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ വിശദീകരിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മറ്റു വാർത്തകൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. വാർത്താമഴയിലേക്ക് വീണ്ടും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് ഏറ്റെടുത്ത 11.5 ഏക്കർ ഭൂമി തോട്ടം പരിധിയിൽ ഉൾപ്പെടില്ലെന്ന് ആവർത്തിച്ച് നേതാക്കൾ. മുസ്ലിം ലീഗിനെതിരെ ആരോപണം ഉന്നയിച്ച KT ജലീൽ കീടബാധയെപ്പോലെ എന്ന് വിമർശനം. സമുദായത്തെ വഞ്ചിച്ചാൽ അതിനെ നശിപ്പിക്കുന്ന കീടബാധയാകാൻ മടിയില്ല എന്ന് KT ജലീലിന്റെ മറുപടി. തൃക്കൈപ്പറ്റയിൽ മുസ്ലിം ലീഗ് ഏറ്റെടുത്ത 11.5 ഏക്കർ ഭൂമി തോട്ടം പരിധിയിൽ ഉൾപ്പെടുന്നതാണെന്നാണ് സ്ഥല ഉടമകളിൽ ഒരാൾ താലൂക്ക് ലാൻഡ് ബോർഡിൽ മൊഴി നൽകിയത്. വില്ലേജ് ഓഫീസർ നൽകിയ റിപ്പോർട്ട് ഭൂമിയുടെ തരംമാറ്റം സ്ഥിരീകരിക്കുന്നു. ഇത് വിവാദമായതോടെയാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കൾ രംഗത്തു വന്നത്. മുസ്ലിം ലീഗ് വാങ്ങിച്ച ഭൂമി അത് അനാവശ്യമായ വിവാദം സൃഷ്ടിച്ചുകൊണ്ട് അതിനെ ഒരു നിയമക്കുരുക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുകയാണ്. ഇന്നലെ KT ജലീൽ MLA സ്ഥലം സന്ദർശിക്കുകയും തുടർന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ ലീഗ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. KT ജലീലിനെ കീടബാധയെന്ന് ഉപമിച്ച നേതാക്കൾ ദുരന്ത സമയം ഒരു സഹായത്തിനും തയ്യാറായില്ലെന്നും ആരോപണം ഉന്നയിച്ചു. രോഗ പരക്കുന്നുണ്ട്, ഇഞ്ചി കൃഷിയെല്ലാം പാടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കീട മാത്രമാണ് KT ജലീൽ എന്ന് പറയുന്നത്. സമുദായത്തിന്റെ മറവിൽ പാവങ്ങളെ മുസ്ലിം ലീഗ് പച്ചയ്ക്ക് പറ്റിക്കുമ്പോൾ അതിനെ നശിപ്പിക്കുന്ന കീടബാധയായി മാറാൻ യാതൊരു മടിയുമില്ലെന്നായിരുന്നു KT ജലീലിന്റെ മറുപടി. സർക്കാർ പദ്ധതിയുടെ ഭാഗമാവുകയാണ് ദുരന്തബാധിതർ ചെയ്യേണ്ടതെന്നും ജലീൽ ആവർത്തിച്ചു. 24 വയനാട്. BJPയുടെ ജംബോ കോർ കമ്മിറ്റിയിൽ കൂടുതൽ പേർക്ക് അതൃപ്തി. വനിതാ പ്രാതിനിധ്യം കുറഞ്ഞതിനെ ചോദ്യം ചെയ്ത് സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ രംഗത്തെത്തി. സ്ത്രീ പാദസേവകയല്ല പാതയെ തന്നെ സൃഷ്ടിച്ചവൾ എന്നാണ് BJP സംസ്ഥാന വക്താക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ TP സിന്ധുമോളുടെ വിമർശനം. 24 എക്സ്ക്ലൂസീവ്. രാവിലെ 9:30യോടെയാണ് BJP കോർ കമ്മിറ്റിയിലെ വനിതാ പ്രാതിനിധ്യം കുറഞ്ഞതിനെ പരിഹസിച്ചും വിമർശിച്ചും TP സിന്ധുമോൾ സംസ്ഥാന വക്താക്കളുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ വിയോജന കുറിപ്പിട്ടത്. നാരി തു നാരായണി എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത്. 21 നാരായണന്മാരും ഒരു നാരായണിയും മതി എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പുരുഷന്മാർ പൊതുവെ അബലന്മാരായതാവും നാരായണന്മാരുടെ എണ്ണം കൂടാനുള്ള കാരണമെന്ന് വിശ്വസിക്കാം. സകല സ്ത്രീകൾക്കും വേണ്ടി സംസാരിക്കാൻ കനൽ ഒരു തരി മതിയെന്നും വിമർശനം. സ്ത്രീ പാദസേവകയല്ല, പാതയെ തന്നെ സൃഷ്ടിച്ചവളാണെന്നും TP സിന്ധുമോൾ പറഞ്ഞു. സംസ്ഥാന BJPയുടെ ഏറ്റവും ഉന്നതതല സമിതിയാണ് കോർ കമ്മിറ്റി. 22 പേരുടെ BJP ജംബോ കോർ കമ്മിറ്റിയിലെ ഏക വനിത സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ മാത്രവും. പാർട്ടിക്കുള്ളിലെ വനിതാ നേതാക്കളുടെ ആകെ പ്രതിഷേധമാണ് TP സിന്ധുമോൾ ഉയർത്തുന്നത്. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുസ്ലിം ലീഗ് അംഗം TP ഹാരിസിന്റെ നിക്ഷേപ തട്ടിപ്പ് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും.
മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സി അലവിക്കാണ് അന്വേഷണ ചുമതല. TP ഹാരിസ് വിവിധ പദ്ധതികളിൽ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്തു എന്നാണ് കേസ്. UDF ഭരിക്കുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ നിക്ഷേപ തട്ടിപ്പ് രാഷ്ട്രീയ വിവാദമായി ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സി അലവി ഉടൻ അന്വേഷണം ഏറ്റെടുക്കും. മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്ത് അംഗമായ TP ഹാരിസ് നിലവിൽ റിമാൻഡിലാണ്. രാമപുരം സ്വദേശിയിൽ നിന്ന് വിവിധ പദ്ധതികളിൽ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് 3.5 കോടി രൂപ തട്ടിയെടുത്തു എന്ന കേസിലാണ് അറസ്റ്റ്. എന്നാൽ കൂടുതൽ പേർ പരാതിയുമായി പോലീസിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. കേസിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി S. ബിജു 2ാം പ്രതിയാണ്. ജില്ലാ പഞ്ചായത്തിലെ തട്ടിപ്പിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് വ്യക്തമായ പങ്കുണ്ടെന്ന് CPIM ആരോപിച്ചിരുന്നു. സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ഇരയായവരിൽ കൂടുതൽ പേരും മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. 24 മലപ്പുറം. ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ സഹോദരൻ PK ബുജൈറിന് ജാമ്യമില്ല. കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യഹർജി തള്ളിയത്. ബുധനാഴ്ചയാണ് ജാമ്യഹർജി സമർപ്പിച്ചത്. അന്വേഷണവുമായി ബുജൈർ സഹകരിക്കുന്നില്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. സംസ്ഥാനത്തെ 14 ജില്ലകളിലും സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയത് വ്യാപക തട്ടിപ്പ്. ഇടനിലക്കാരിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും വിജിലൻസ് സംഘം അഴിമതി പണം പിടിച്ചെടുത്തു. 72 സബ് രജിസ്ട്രാർ ഓഫീസുകളിലായിരുന്നു വിജിലൻസിന്റെ പരിശോധന. സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ആധാരമെഴുത്തുകാർ മുഖേനയും നേരിട്ടും ഉദ്യോഗസ്ഥർ വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മിന്നൽ പരിശോധന. ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്ന പേരിൽ നടത്തിയ പരിശോധനയിൽ കൈക്കൂലി നൽകാനായി എത്തിയ 15 ഏജന്റുമാരിൽ നിന്ന് 1,46,375 രൂപ പിടിച്ചെടുത്തു. 7 സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ റെക്കോർഡ് റൂമുകളിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ 37,850 രൂപ കണ്ടെത്തി. 4 ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും കണക്കിൽപ്പെടാത്ത 15,190 രൂപ കണ്ടെത്തി. 19 ഉദ്യോഗസ്ഥർ വിവിധ ആധാരമെഴുത്തുകാരിൽ UPI ഇടപാടുകളിലൂടെ 9,65,905 രൂപ കൈക്കൂലി കൈപ്പറ്റിയതായും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. ഏറ്റവും കൂടുതൽ ക്രമക്കേട് കണ്ടെത്തിയതും കൈക്കൂലിപ്പണം പിടികൂടിയതും കാസർഗോഡ് നിന്നാണ്. 2,78,300 രൂപയാണ് പിടിച്ചെടുത്ത കൈക്കൂലിപ്പണം. UPI ഇടപാടുകളിലൂടെ നിലവിൽ കണ്ടെത്തിയതിന് പുറമെ കൂടുതൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാകുമെന്നാണ് വിജിലൻസിന്റെ നിഗമനം. ഇതിനായി ഉദ്യോഗസ്ഥരുടെ ബാങ്ക് അക്കൗണ്ടുകളും ഫോണുകളും കൂടുതൽ പരിശോധിക്കും. 24 തിരുവനന്തപുരം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ B നിലവറ തുറക്കുന്ന കാര്യം ആലോചനയിലില്ലെന്ന് കേന്ദ്ര സർക്കാർ പ്രതിനിധി കരമന ജയൻ. തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ നിലവറ തുറക്കുന്ന കാര്യം ചർച്ച ചെയ്യൂ. പുറത്തുവരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും കരമന ജയൻ 24നോട് പറഞ്ഞു. ഇന്നലെ ചേർന്ന ഭരണസമിതിയുടെയും ഉപദേശക സമിതിയുടെയും സംയുക്ത യോഗത്തിലാണ് ഒരിടവേളയ്ക്ക് ശേഷം B നിലവറ തുറക്കുന്ന കാര്യം ചർച്ചയായത്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് വേലപ്പൻ നായരാണ് ചർച്ച മുന്നോട്ട് വെച്ചത്. ക്ഷേത്രതന്ത്രിയുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം തീരുമാനമെടുക്കാനാണ് യോഗത്തിൽ നിർദ്ദേശമുയർന്നത്. ക്ഷേത്രതന്ത്രി പങ്കെടുക്കേണ്ടിയിരുന്ന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. എന്നാൽ നിലവിൽ അത്തരമൊരു തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി കരമന ജയൻ 24നോട് പറഞ്ഞത്. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയും ഒരു വാഗ്വാദത്തിൻ്റെ പേരിലോ ഒരു യുദ്ധം ചെയ്യാനോ അല്ല അവിടെ വന്നിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ സർവതോമുഖമായിട്ടുള്ള വികസനവും ഉന്നതിക്കും വേണ്ടിയുള്ള ഒരു പ്രതിനിധികളായിട്ടാണ് ഭരണസമിതിയിൽ പ്രവർത്തിക്കേണ്ടത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ B നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണസമിതി തീരുമാനമെടുക്കാനായിരുന്നു നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. നേരത്തെ B നിലവറ തുറക്കുന്ന കാര്യം ചർച്ചയായി ഉയർന്നു വന്നപ്പോൾ ആചാരകാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. നേരത്തെ 4 തവണ B നിലവറ തുറന്നിട്ടുണ്ടെന്നാണ് അമിക്കസ് ക്യൂരി കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. 24 തിരുവനന്തപുരം. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഒരു പവന് 560 രൂപ കൂടി. വിപണി വില 75,760 രൂപയിൽ എത്തി. ഇന്ന് ഒറ്റയടിക്ക് 560 രൂപ വർദ്ധിച്ചതോടെയാണ് ഇന്നലത്തെ റെക്കോർഡ് ഉയരമായ 75,200 മറികടന്ന് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചത്. നിലവിൽ 75,760 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില. ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 1 ഗ്രാം സ്വർണത്തിനിന്ന് 9,470 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. 5 ദിവസത്തിനിടെ 2,000 രൂപയിലധികമാണ് ഉയർന്നത്. കഴിഞ്ഞ മാസം 23-ന് 74,000-ൽ താഴെ പോയ സ്വർണ്ണവില കഴിഞ്ഞ ദിവസം മുതലാണ് വീണ്ടും ഉയരാൻ തുടങ്ങിയത്. ഓഗസ്റ്റ് 1-ന് 73,200 രൂപയായിരുന്നു സ്വർണ്ണവില.
US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യാന്തര സാമ്പത്തിക മേഖലയ്ക്കുമേൽ വിതയ്ക്കുന്ന താരിഫ് ആശങ്കകൾ സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾക്ക് ആശങ്ക ജനിപ്പിക്കുന്നതാണ് സ്വർണ്ണവിലയുയരാൻ കാരണം. സുരക്ഷിത നിക്ഷേപം എന്ന പെരുമ സമ്മാനിക്കുന്നതാണ് സ്വർണത്തിന് ഡിമാൻഡും വിലയും കൂടാനിടയാക്കുന്നത്. നിക്ഷേപകർ കൂടുതൽ നേട്ടമുന്നമിട്ട് ഗോൾഡ് ETF പോലുള്ള നിക്ഷേപങ്ങളിലേക്ക് മാറും. ഇതിനുള്ള സാധ്യതയാണ് സ്വർണ്ണവിലയ്ക്ക് ഊർജ്ജമാകുന്നത്. അതേസമയം ആഭരണം വാങ്ങുന്നവർ തുടർച്ചയായുള്ള വിലവർധനയുടെ പശ്ചാത്തലത്തിൽ സ്വർണം വാങ്ങുന്നതിന്റെ അളവ് കുറച്ചിട്ടുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. 24 കൊച്ചി. കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ ഇടപെട്ട് ഹൈക്കോടതി. നിയമലംഘനത്തിന് കനത്ത പിഴ ചുമത്തണമെന്നും ആവർത്തിച്ചാൽ പിഴത്തുക വർദ്ധിപ്പിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം. ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. വാർത്താമഴ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി പോലീസ് ഡയറിയുടെ സമയമാണ്. പോലീസ് ഡയറിയുമായി പ്രേക്ഷകർക്കൊപ്പം സുഹൈൽ മുഹമ്മദ് എത്തും. നമസ്കാരം.